ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലുള്ള ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണല്ലോ. 5, 6, 7 അധ്യായങ്ങൾ. അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അവിടെ യേശു ശിഷ്യന്മാരോടും തന്നെ അനുഗമിക്കുന്നവരോടും പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. യു ആർ ദി സാൾട്ട് ഓഫ് ദി എർത്ത് ആൻഡ് ലൈറ്റ് ഓഫ് ദി വേൾഡ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന 2 ഘടകങ്ങളാണ് ഉപ്പും വെളിച്ചവും. ഉപ്പിൻ്റെ പ്രവർത്തനം രഹസ്യമാണ്. ഏതു വസ്തുവിനോടത് ചേർക്കപ്പെടുന്നുവോ ആ വസ്തുവിനെ അത് രുചിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണം. അത് ഏത് വസ്തുവിനോട് ചേർക്കപ്പെടുന്നുവോ അതിനോട് പൂർണ്ണമായി അലിഞ്ഞങ്ങ് ചേരുകയാണ്. എന്നിട്ട് മറഞ്ഞു നിന്ന് ആ വസ്തുവിനെ അത് രുചിപ്പെടുത്തുന്നു. ഞാനെന്ന ഭാവം ഒരിക്കലും ഈ ഉപ്പ് കാണിക്കുകയില്ല. ഞാനെന്ന ഭാവം ഉപ്പ് കാണിച്ചാൽ അത് അലിയുകയില്ല. അങ്ങനെ ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥത്തിൽ ഉപ്പ് ഞാനെന്ന ഭാവം കാട്ടിയാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കൊള്ളില്ല. രുചിക്ക് പകരം അത് അരുചിയായി മാറും. ഉപ്പ് കഴിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഉപ്പിൻ്റെ ഒന്നാമത്തെ ഗുണം അതാണ്, ചേർക്കപ്പെടുന്ന വസ്തുവിനെ രുചിയുള്ളതാക്കി അത് തീർക്കുന്നുവെന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞു, അതിൻ്റെ ആ രസമില്ലാതെ പോയാൽ അത് പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. അതിന് എത്ര രൂപഭംഗിയുണ്ടെങ്കിലും എത്ര മനോഹരമാണെങ്കിലും ഉപ്പിൻ്റെ കാരമുണ്ടാകണം. അപ്പോൾ മാത്രമാണ് ഉപ്പ് ഉപ്പാകുക. ഇതുവരെ നമ്മുടെ വിശ്വാസികൾ ബാഹ്യമായി എത്ര നല്ല വസ്ത്രം ധരിച്ചാലും, എത്ര മോടിയായി ജീവിച്ചാലും, എത്ര ഭംഗിയായിട്ട് സംസാരിച്ചാലും ആ ക്രൈസ്തവന് അനുയോജ്യമായ ആന്തരികമായ ആ അനുഭവം നമുക്കുണ്ടാകുന്നില്ല എങ്കിൽ, മറ്റുള്ളവരെ നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് മറ്റുള്ളവരെ രുചിപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് കാരണം പൗലോസ്ലീഹായും പറഞ്ഞല്ലോ, നിങ്ങളുടെ വാക്ക് ഉപ്പിനാൽ രുചിപ്പെടുത്തിയതുപോലെ ആകട്ടെ. നിങ്ങളുടെ വാക്ക് ഉപ്പിനാൽ രുചിപ്പെടുത്തിയതുപോലെ ആകട്ടെ. നമ്മുടെ കർത്താവിനെ കുറിച്ച് ബൈബിൾ സാക്ഷിക്കുന്നുണ്ടല്ലോ, അവൻ്റെ വാക്കുകൾ ലാവണ്യമുള്ളതാണ്. മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും പ്രത്യാശയും കൊടുക്കാൻ മാത്രമേ കർത്താവിൻ്റെ വാക്കുകൾ താൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ലാവണ്യമുള്ള വാക്കുകൾ, ഉപ്പിനാൽ രുചിപ്പെടുത്തിയ വാക്കുകൾ. നമ്മൾ പറയുന്നതായ വാക്കുകളും നമ്മൾ എഴുതുന്നതായ കാര്യങ്ങളൊക്കെ അത് അപ്രകാരം മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ ഹനിക്കാത്ത രീതിയിൽ, മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും പ്രോത്സാഹനവും കൊടുക്കുന്ന രീതിയിലായിരിക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമത് ഉപ്പിൻ്റെ ഗുണം എന്താണ്? ഏത് വസ്തുവിനോട് ചേർക്കപ്പെടുന്നുവോ ആ വസ്തുവിനെ അത് കേടുകൂടാതെ സൂക്ഷിക്കും. അതുകൊണ്ടാണല്ലോ ഭക്ഷണപദാർത്ഥങ്ങൾ പലതും നമ്മൾ ഉപ്പിലിട്ട് സൂക്ഷിക്കുന്നത്. എന്തിനാ? കേടുകൂടാതെ ഇരിക്കുവാനാണ്. ഒരു ക്രൈസ്തവൻ അവനായിരിക്കുന്ന കുടുംബം, ആയിരിക്കുന്ന സമൂഹം, ആ പ്രവർത്തന മേഖലകളിൽ ആർക്കും കേടുകൂടാതെ അതിനെ സംരക്ഷിക്കുന്നവനായിരിക്കണം. ആർക്കും ദോഷമോ നാശമോ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം. ഗുരു ചൈതന്യയതി ഒരിക്കൽ പറഞ്ഞു, ഒരു വിശ്വാസി സംസാരി ആവരുത്, സന്യാസി ആകണം. സംസാരിയും സന്യാസിയും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം പറഞ്ഞു. സംസാരിയുടെ പ്രത്യേകത, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ 99 നന്മയും ഒരു തിന്മയും കണ്ടാൽ ആ 99 നന്മകളെക്കുറിച്ച് ഒന്നും പറയില്ല. ആ തിന്മയെക്കുറിച്ച് മാത്രം പറഞ്ഞ് നടക്കും. അപ്പോൾ ആ 99 നന്മയുള്ളവൻ ആ നന്മ കളയാൻ അല്ലെങ്കിൽ നന്മ ചെയ്യാതിരിക്കാൻ അവൻ പിന്നെ ശ്രമിക്കും. കാരണം അവന് ചെയ്ത നന്മയ്ക്ക് യാതൊരു പ്രയോജനവുമില്ലല്ലോ. ഒരു കയ്യബദ്ധം അല്ലെങ്കിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി അവനിൽ നിന്ന് ഒരു തിന്മ വന്നു, അത് മാത്രം പറഞ്ഞു നടക്കുകയാണ്. ഇന്ന് സമൂഹത്തിൽ പൊതുവെ കാണുന്ന പ്രവണത അതാണ്. പക്ഷേ ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ സ്വയത്തെ ത്യജിച്ചവൻ. നമ്മൾ സന്യാസി എന്നൊക്കെ വായിക്കുമ്പോൾ
വിവാഹം കഴിക്കാത്തവരെന്നുള്ള ഒരു ചിന്ത മാത്രം നമ്മുടെ മനസ്സിലാകുന്നില്ല. സ്വയത്തെ ത്യജിച്ചവൻ, ഞാനെന്ന ഭാവം വിട്ടവനാണ്. അതാണ് സന്യാസി. ഞാനെന്ന ഭാവം വിട്ടവൻ. അവൻ്റെ ഗുണം, ഒരു വ്യക്തിയിൽ 99 തിന്മയും ഒരു നന്മയും കണ്ടാൽ ആ തിന്മയെക്കുറിച്ച് പറഞ്ഞു നടക്കാതെ നന്മയെക്കുറിച്ച് പറഞ്ഞു നടക്കും. അപ്പോൾ ഈ തിന്മ ചെയ്തവന് തിന്മ ഉപേക്ഷിക്കാനുള്ള പ്രവണത ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് നമ്മൾ സംസാരിയാവാതെ സന്യാസിയാകണം. അപ്പം നമ്മുടെ ക്രൈസ്തവ ജീവിതവും നമ്മുടെ ഇങ്ങനെതാവണം. നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ അതിൻ്റെ രുചി വരുത്തിയതുപോലെ മറ്റുള്ളവരെ, സമൂഹത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ, ആർക്കും ദോഷമോ നാശമോ ഉണ്ടാക്കാത്ത രീതിയിലാവാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ലോകത്തിൻ്റെ വെളിച്ചമാണ്. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. കാരണം നമ്മുടെ മലയുടെ മുകളിൽ ഒരു കെട്ടിടം ഞങ്ങൾ പണിയുന്നത് എന്തിനാണ്? മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അത് മറച്ചു വെക്കാൻ പാടില്ല. നമുക്ക് പരസ്യ ജീവിതമാണ്. ഉപ്പ് എന്നുള്ളത് രഹസ്യ ജീവിതമാണ്, മറ്റേത് പരസ്യ ജീവിതമാണ്. നമുക്ക് ആന്തരിക മനുഷ്യനും ബാഹ്യ മനുഷ്യനുമുണ്ട്. ഇവർ തമ്മിലുള്ള സംഘർഷമാണ് നമ്മുടെ പ്രശ്നം. യേശുവിൽ ഇത് രണ്ടും ഒരുപോലെയായിരുന്നു. അവൻ എന്താണോ ചിന്തിച്ചത് അതാണ് പറഞ്ഞത്, എന്താണോ പറഞ്ഞത് അതാണ് ജീവിച്ചത്. ആന്തരിക മനുഷ്യനും ബാഹ്യ മനുഷ്യനും തമ്മിലുള്ള ഐക്യമാണ്. നമുക്ക് പരസ്യമായൊരു ജീവിതമുണ്ട്. ആ പരസ്യ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നതായിരിക്കണം. നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരിക്കണം. ഇത് കർത്താവിന് പറയാൻ എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടു എന്ന് പറയാൻ തക്ക ജീവിതം നയിക്കാൻ കർത്താവിന് സാധിച്ചു. ഞാനും എൻ്റെ പിതാവും ഒന്നാണെന്നും എന്നെ കണ്ടവനാണ് എൻ്റെ പിതാവിനെ കണ്ടു കഴിഞ്ഞു എന്ന് പറയാൻ സാധിച്ചു. നമ്മളെ കാണുന്നവൻ യേശുവിനെ കാണുന്ന അനുഭവം ഉണ്ടാവണം. പൂർണ്ണമായിട്ട് നമുക്കത്ര സാധിച്ചില്ലെങ്കിലും കുറേയെങ്കിലുമൊക്കെ അങ്ങനെ ആകാൻ നമുക്ക് ശ്രമിക്കാം. അതാണ് ക്രൈസ്തവൻ്റെ ദൗത്യം. നമ്മൾ ക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. നമ്മൾ ആരാണ്? യേശുവിനെ ഭൂലോകത്തിൽ പ്രതിനിധാനം ചെയ്യുന്നവരാണ് ഓരോ ക്രൈസ്തവനും. അതുകൊണ്ടാണ് പറയുന്നത് വി ആർ ദി അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. എന്താണ് അംബാസഡർ? ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യത്ത് പ്രതിനിധീകരിക്കുന്ന ആളാണ് അംബാസഡർ. ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യത്ത് ചെന്ന് പ്രതിനിധീകരിക്കുക. അവൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യമാണ് അവൻ അവിടെ അറിയിക്കുക. അപ്പോൾ നമ്മൾ വി ആർ ദി അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ടാണ് പരസ്യമായ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകണം. കർത്താവ് പറഞ്ഞു, വിളക്ക് കത്തിച്ച് പറയുടെ കീഴിൽ ആരും മൂടി വയ്ക്കരുത്. വയ്ക്കാറില്ല, തണ്ടിന്മേലത്താണ് വയ്ക്കുന്നത്. പറയുടെ കീഴിൽ ഒരു വിളക്ക് കത്തിച്ച് പാത്രം കൊണ്ട് മൂടിയാൽ എന്ത് സംഭവിക്കും? ഒന്ന്, അതിൻ്റെ വെളിച്ചം പരിമിതമാകും. ദൂരേക്ക് ആ വെളിച്ചം പോവില്ല, പാത്രത്തിനുള്ളിൽ മാത്രമായി പരിമിതപ്പെടും. രണ്ടാമത്, കുറച്ച് കഴിയുമ്പോൾ ഈ വെളിച്ചം കെട്ടുപോകും. കാരണം അതിലെ ഓക്സിജൻ തീർന്നു കഴിയുമ്പോൾ അത് കെട്ടുപോകും. അതേസമയത്ത് ഇത് എവിടെയാണ് ഇരിക്കേണ്ടത്? തണ്ടിന്മേൽ. തണ്ടിന്മേൽ വെച്ചാലുള്ള ഗുണം വളരെ ദൂരെയുള്ള ആളുകൾക്കും ആ പ്രകാശം ലഭിക്കാൻ കാരണമായിട്ട് തീരും. നമ്മുടെയൊക്കെ പ്രശ്നം, നമുക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്, പക്ഷെ എല്ലാം നമ്മൾ പാത്രം കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റാർക്കും ആ ഗുണങ്ങളെ അറിയാനോ അനുഭവിക്കാനോ പറ്റാതെ പോകുന്നു. ദൈവം തന്നിട്ടുള്ള കഴിവുകളുണ്ട്. പാടാനും പ്രസംഗിക്കാനും ഒക്കെയുള്ള കഴിവുകൾ, ആരാധിക്കാനും ദൈവവചനം വായിക്കാനും ഒക്കെയുള്ള കഴിവുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ പാത്രം കൊണ്ട് മൂടി വയ്ക്കുകയാണ്. അത് പരിമിതപ്പെടുത്തുകയാണ്. കുറേ കഴിയുമ്പോൾ ഓക്സിജൻ തീർന്ന് വിളക്ക് കെട്ടുപോകുന്ന പോലെ നമ്മിലെ വെളിച്ചം ഇല്ലാതെയായി പോകും. അതുകൊണ്ട് എന്നും പ്രശോഭിക്കുന്ന ഒരു വെളിച്ചമായി തീരുവാൻ നമുക്കിടയായി തീരണം. പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം, തുറമുഖങ്ങളിലൊക്കെ ദീപസ്തംഭം ഉണ്ടായിരുന്നു. എന്താണ് ദീപസ്തംഭം? വലിയ ഉയരത്തിൽ അതിൻ്റെ മുകളിൽ വലിയ മരം നാട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ലൈറ്റ് കൊടുക്കുന്നതിനാണ്. രാത്രിയിൽ കടലിലൂടെ സഞ്ചരിക്കുന്ന ചെറിയ വള്ളങ്ങൾ, ബോട്ടുകൾക്ക് തുറമുഖം ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ ദീപസ്തംഭത്തിൽ വിളിക്കുന്നതായ ആ ദീപം കണ്ടിട്ടാണ് അത് രക്ഷാകേന്ദ്രമാണ്, തുറമുഖമാണെന്നുള്ള ബോധ്യം ഇവർക്കുണ്ടാവുകയും അത് ലക്ഷ്യമാക്കി അവർ യാത്ര ചെയ്ത് കരയിലെടുക്കുകയും ചെയ്യും. വലിയ വലിയ കപ്പലുകളിലൊക്കെ മറ്റ് സംവിധാനങ്ങളുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയുള്ള സാധാരണ ചെറിയ വഞ്ചികളും ബോട്ടുകൾക്കൊക്കെ അത് ഉപകാരപ്രദമായിരുന്നു. ഇതുപോലെ ഈ ലോകമാകുന്ന സമുദ്രത്തിൽ യഥാർത്ഥ തുറമുഖം കണ്ടെത്താതെ
രക്ഷാകേന്ദ്രം കണ്ടെത്താതെ രക്ഷ മനസ്സിലാക്കാതെ അലയുന്ന ഒരുപാട് ചെറിയ വഞ്ചികൾ, ചെറിയ ജീവിതങ്ങളുണ്ട്. അവരെയൊക്കെ യേശുവിലേക്ക്, രക്ഷാകേന്ദ്രത്തിലേക്ക് അടുപ്പിക്കുന്ന ദീപസ്തംഭങ്ങളായി നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും പാട്ടുകളൊക്കെ അതിന് നമ്മളെ സഹായിക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞ ഈ രണ്ട് രീതികൾ, ഒന്ന് രഹസ്യ ജീവിതവും മറ്റേത് പരസ്യ ജീവിതവുമായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇവ തമ്മിലുള്ളതായ ഐക്യം. ഉപ്പിനാൽ രുചി വരുത്തിയതുപോലെ എല്ലാ ചിന്തകളും പ്രവൃത്തികളും അപ്രകാരമാണ്. രണ്ട്, ഞാൻ ലോകത്തിന് മുൻപാകെ ദൈവത്തിനെ സാക്ഷിക്കുന്ന അനുഭവത്തോടെ ജീവിക്കാൻ സാധിക്കണം. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറയാൻ സാധിക്കുന്ന ജീവിതം. അപ്രകാരം ജീവിക്കുവാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ചിന്തകൾ അത് നമ്മെ ഉതകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമ്മുടെ വേദപുസ്തക വായനകളും ധ്യാനങ്ങളും പ്രാർത്ഥനകളും ആരാധനകളും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ വേദഭാഗം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവനാമം